ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫൂസ് കുക്കിംഗ് ചാനൽ. വളരെ രുചികരമായിട്ടുള്ള ചൈനീസ് ഡിഷായ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തത്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, വിനാഗിരി, ഉപ്പ്, സോയാ സോസ്, കോൺഫ്ലവർ, കോഴിമുട്ട ഇത്രയും ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. സവാള ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. അതും ഞാനിതുപോലെ തന്നെ ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു 2-3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വന്ന സമയത്ത് ഞാനിതാ കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പൊരിഞ്ഞ് വരാനുള്ള ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ ഇതാ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ 2 ഭാഗവും ഒരുപോലെ തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പം ഞാനിതാ എല്ലാ ചിക്കൻ്റെ പീസും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ മാറ്റിയിട്ട് മറ്റൊരു പാൻ ഇവിടെ വെച്ച് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പം അതിനാണ് ഈ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പാൻ ചൂടായി വന്ന സമയത്ത് ഞാനിതാ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാൻ നല്ലപോലെ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇതാ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നാൽ മതി. അപ്പോൾ ഉള്ളി കുറച്ചൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കന് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഇതാ ഒരുവിധ പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ വേവിച്ചെടുക്കാനായിട്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയത് ഇത്രയും മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കിയത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് യോജിക്കുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ചിക്കനിലൊക്കെ ഗ്രേവി നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ സാധാരണ പച്ചവെള്ളത്തിൽ കുറച്ചധികം തന്നെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെന്തതിന് ശേഷം അതൊന്ന് കുറുകി വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഇത് കുറുകി വരാനായിട്ട്. പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പം നമ്മുടെ ഗ്രേവി ഇതാ ഒരുവിധമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത ഒരു റെസിപ്പിയാണല്ലോ ഇത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഇതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.